ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഒരു നല്ല ഫൈനാൻഷ്യൽ ടൂളാണോ അതോ ഒരു ഡേഞ്ചറസ് ട്രാപ്പാണോ? എങ്ങനെ ക്രെഡിറ്റ് കാർഡിനെ സ്മാർട്ടായിട്ട് യൂസ് ചെയ്യാം, അതിൻ്റെ റിവാർഡ്സ് മാക്സിമൈസ് ചെയ്ത് നമുക്ക് ഡെപ്റ്റ് എങ്ങനെ അവോയ്ഡ് ചെയ്യാം, കൂടാതെ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ എങ്ങനെ നമുക്ക് കൂട്ടാനായിട്ട് പറ്റും, ഈ കാര്യങ്ങളെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും അഞ്ജന സ്റ്റോക്ക് മീഡിയയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ കൂടുതൽ ഫിനാൻഷ്യൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. ആക്ച്വലി എന്താണ് ക്രെഡിറ്റ് കാർഡ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ക്രെഡിറ്റ് കാർഡ് വർക്ക് ചെയ്യുന്നത്? നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, ഇപ്പം നമുക്ക് എമർജൻസി പെട്ടെന്ന് ഒരു 10,000 രൂപയുടെ ഒരു ഹോസ്പിറ്റൽ ആവശ്യം വന്നു വെച്ച് വിചാരിക്കാം. അപ്പം നമ്മുടെ കയ്യിലാണെങ്കിൽ ക്യാഷ് ഇല്ല, നമ്മുടെ സാലറി ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ, ഒരു മാസം കഴിഞ്ഞിട്ടേ സാലറി കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ ഭയങ്കര ഒരു എമർജൻസി സിറ്റുവേഷൻ ഇരിക്കണം. നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോടോ നമ്മൾ കടം ചോദിച്ച്, പെട്ടെന്ന് എമർജൻസി ആയതുകൊണ്ട് നമ്മൾ ആ കാര്യങ്ങൾ അങ്ങ് തീർക്കും. അപ്പം അവരോട് പറയുകയാണ്, ഒന്ന് റോള് ചെയ്യ്, ഞാൻ ഒരു മാസം കഴിഞ്ഞ് തിരിച്ചു തരാമെന്ന രീതിയിൽ പറഞ്ഞ് നമ്മൾ ആ ബില്ല് അല്ലെങ്കിൽ എന്താണോ നമ്മുടെ സിറ്റുവേഷൻ എന്താണോ അതിനു വേണ്ടി നമ്മൾ ആ പൈസ ഉപയോഗിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? കടം മേടിക്കുകയാണ് ചെയ്യുന്നത്. അത് വേറൊരാളിൽ നിന്ന് കടം മേടിച്ചു. പക്ഷേ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് നമുക്കുണ്ടെങ്കിൽ നമുക്കിങ്ങനെ വേറെ ആരുടെ അടുത്തും പോയി കടം ചോദിക്കേണ്ട ഒരാവശ്യം വരില്ല. നമ്മുടെ ബാങ്ക് തന്നെ കുറച്ച് എമൗണ്ട് നമുക്ക് എന്ത് തരും? ക്രെഡിറ്റ് ആയിട്ട് തരുകയാണ്, അല്ലെങ്കിൽ ലോൺ ആയിട്ട് തരുകയാണ്. അതും 0%. അതാണ് ക്രെഡിറ്റ് കാർഡിലൂടെ വർക്കിംഗ് നടക്കുന്നത്. അതിന് നമുക്ക് എത്ര പൈസ വേണമെങ്കിലും ഇങ്ങനെ ക്രെഡിറ്റ് ആയിട്ട് ബാങ്ക് തരുമോ? അതിന് ഒരു ക്രെഡിറ്റ് ലിമിറ്റ് ഉണ്ട്. ഇപ്പം നമ്മുടെ വർക്ക് എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ജോലി എന്താണ്, നമ്മുടെ സാലറി എത്രയാണ് എന്നതൊക്കെ കണക്കാക്കി ബാങ്ക് ഡിസൈഡ് ചെയ്യുന്നതാണ് ഈ ക്രെഡിറ്റ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇപ്പം ചിലർക്കത് 20,000 രൂപയായിരിക്കാം, 50,000 രൂപയായിരിക്കാം, 1,00,000 രൂപയായിരിക്കാം. അത് ഡിസൈഡ് ചെയ്യുന്നത് എപ്പോഴും ബാങ്കാണ്. അപ്പോൾ ഈ ക്രെഡിറ്റ് ലിമിറ്റിൻ്റെ അനുസരിച്ച് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ലോണ് അല്ലെങ്കിൽ ഈ ഇത്രയും തുക നമുക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ എങ്ങനെയാണ് ഈ ക്രെഡിറ്റ് കാർഡിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ഇപ്പം നമ്മൾ പറഞ്ഞ ഒരു ക്രെഡിറ്റ് ലിമിറ്റ് ഉണ്ടല്ലേ, അതായത് മാക്സിമം ബോറോ ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട്. ഇപ്പം നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ബേസിസ് ആയിട്ട് എന്ത് ചെയ്യും? ആ എത്ര രൂപ നമുക്ക് ക്രെഡിറ്റ് ലിമിറ്റായിട്ട് കിട്ടുമെന്ന് എന്ത് ചെയ്യും? ബാങ്കാണ് അത് ഡിസൈഡ് ചെയ്യുന്നത്. പിന്നെ വരുന്ന ഒരു കാര്യം ബില്ലിംഗ് സൈക്കിളും അതേപോലെ തന്നെ ഡ്യൂ ഡേറ്റുമാണ്. ഒരു മാസത്തിലെ ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്യുന്ന ഒരു പീരീഡാണ് ബില്ലിംഗ് സൈക്കിൾ. അത് കഴിഞ്ഞാൽ ഡേറ്റ് വരുമ്പോൾ എമൗണ്ട് ഫുള്ളായിട്ട് പേയ്മെൻറ്റ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻട്രസ്റ്റ് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഡ്യൂ ഡേറ്റിന് മുമ്പിൽ നമ്മൾ ഫുൾ പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻട്രസ്റ്റ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ മിനിമം ഡ്യൂവും ഫുൾ പേയ്മെൻറ്റും. നമ്മൾ മിനിമം ഡ്യൂ മാത്രമാണ് പേ ചെയ്യുക എന്നാൽ ഡെപ്റ്റ് ട്രാപ്പിൽ പെട്ടുപോകാനുള്ള സാധ്യത ഒത്തിരി അധികമാണ്. ബാലൻസ് ക്യാരി ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഹൈ ഇൻട്രസ്റ്റ് ചാർജാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ മിനിമം ഡ്യൂ മാത്രം ചെയ്യാതെ ഫുൾ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വൈസ്ലി യൂസ് ചെയ്യുകയാണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് നല്ല ഫിനാൻഷ്യൽ ബെനിഫിറ്റ് തരുന്ന ഒന്നാണ്. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഉണ്ടാവുക? ഏറ്റവും വലിയ ബെനിഫിറ്റ് നമ്മൾ പറഞ്ഞു ഓൾറെഡി, 0% ഇൻട്രസ്റ്റ് എന്ന രീതിയിൽ നമുക്ക് ഒരു എമൗണ്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഒന്ന്, ക്യാഷ് ബാക്ക് ആൻഡ് റിവാർഡ്സ്. ക്യാഷ് ബാക്ക് ആൻഡ് റിവാർഡ്, അതായത് നമ്മുടെ ഡെയിലി എക്സ്പെൻസിൽ ക്യാഷ് ബാക്ക് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഓൾറെഡി പറഞ്ഞു ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ്, നമുക്ക് 45 to 50 days വരെ ഇൻട്രസ്റ്റ് ഫ്രീ പേയ്മെൻറ്റ് വിൻഡോ നമുക്ക് ഓപ്പൺ ആയിരിക്കും. നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ ബൂസ്റ്റ് ചെയ്യാൻ, അതായത് സിബിൽ സ്കോർ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ക്രെഡിറ്റ് കാർഡ് നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്താൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് നമുക്ക് ഇംപ്രൂവ് ചെയ്യിക്കാനായിട്ട് പറ്റും. എമർജൻസി ബാക്കപ്പിന് വേണ്ടി ക്രെഡിറ്റ് കാർഡ് നമുക്ക് യൂസ് ചെയ്യാം. അതായത് അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസസിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി യൂസ്ഫുള്ളാണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. പിന്നെ എക്സ്ക്ലൂസീവ് പേഴ്സ്, അതായത് ലോഞ്ച് ആക്സസ്, ഡിസ്കൗണ്ട്സ്, ട്രാവൽ ഇൻഷുറൻസ്, ഫ്രീ മൂവി ടിക്കറ്റ്സ്, ഇതിനെല്ലാം ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഒത്തിരി ബെനിഫിറ്റ് ഉള്ളൊരു കാര്യമാണ്. പിന്നെ നമ്മുടെ എക്സ്പെൻസ് ട്രാക്ക് ചെയ്യാൻ, അതായത് നമ്മുടെ ബഡ്ജറ്റിനെ കൺട്രോൾ ചെയ്യാൻ, നമ്മുടെ സ്പെൻഡിങ് ഹാബിറ്റ്സിനെ നന്നാക്കാനെല്ലാം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാൻ ഇത്രയും അഡ്വാൻറ്റേജ് ഉണ്ടല്ലേ ക്രെഡിറ്റ് കാർഡിന്. പിന്നെ എന്തുകൊണ്ടാണ് ആൾക്കാർ അതൊരു ട്രാപ്പാണ്, അല്ലെങ്കിൽ നിങ്ങൾ കടത്തിലായി പോകും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നതുകൊണ്ട്, അത് യൂസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നത്? ക്രെഡിറ്റ് കാർഡിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ബാങ്കിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. ബാങ്കുകൾ അതുകൊണ്ടാണല്ലോ നമ്മൾ സ്ഥിരമായിട്ട് വിളിച്ച് ക്രെഡിറ്റ് കാർഡ് വേണോ എന്ന് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ
നമ്മുടെ ഡിസ്അഡ്വാൻറ്റേജസ് എന്ത് ചെയ്യും? ബാങ്ക് അഡ്വാൻറ്റേജ് ആയിട്ട് യൂസ് ചെയ്യാണ്. ഇപ്പം നിങ്ങൾ നല്ലൊരു ഡിസിപ്ലിൻഡ് ആയിട്ട് എല്ലാം ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ അങ്ങനെയല്ല, പ്രത്യേകിച്ച് ഡിസിപ്ലിൻ ഒന്നുമില്ല, നിങ്ങൾ ഫുൾ പേയ്മെൻറ്റ് പേ ചെയ്യാറില്ല, മിനിമം പേയ്മെൻറ്റ് മാത്രമേ ചെയ്യാറുള്ളൂ, ഡ്യൂ ഡേറ്റിന് മുമ്പ് നിങ്ങൾ പൈസ അടച്ച് തീർക്കാറില്ല എന്ന രീതിയിലൊക്കെ വരുവാണെങ്കിൽ നല്ല ഇൻട്രസ്റ്റ് ആണ്, നല്ല ഹൈ ഇൻട്രസ്റ്റ് ആണ് എന്ത് വരുന്നത്? ഈ ക്രെഡിറ്റ് കാർഡിന് വരുന്നത്. ഇപ്പം നിങ്ങളൊരു പേഴ്സണൽ ലോൺ എടുക്കുവാണെങ്കിൽ ഒരു 14% അല്ലെങ്കിൽ 18% ആയിരിക്കും ഈ പേഴ്സണൽ ലോണിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ ക്രെഡിറ്റ് കാർഡിൻ്റെ പേയ്മെൻറ്റ് ഡ്യൂ ഡേറ്റിന് മുമ്പിൽ ചെയ്യാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വരുന്നത് മിനിമം 35 to 45% ആയിരിക്കും എന്ത് വരുന്നത്? ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ആ ഇൻട്രസ്റ്റ് മാത്രമല്ല, അതിന് എന്ത് വരും? വേറെ ഒത്തിരി ചാർജസ്, ഹിഡൻ ചാർജസും വരുന്നുണ്ട്, ലേറ്റ് പേയ്മെൻറ്റ് ചാർജസ്, അതേപോലെ തന്നെ പെനാൽറ്റി എന്നൊക്കെ പറഞ്ഞു ഒത്തിരി ഹിഡൻ ചാർജസും എന്ത് വരുന്നുണ്ട്? ഈ ക്രെഡിറ്റ് കാർഡിന് വരുന്നുണ്ട്. അപ്പം ഇതെല്ലാം എന്താണ്? ബാങ്കുകൾക്ക് അഡ്വാൻറ്റേജ് ആണ്. കാരണം നമുക്ക് കൂടുതൽ ടെംപ്ടേഷനാണ് ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടാകുമ്പം. നമ്മൾക്ക് വേണ്ടാത്ത സാധനങ്ങൾ, അത് അനാവശ്യ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ഒരു ടെംപ്ടേഷൻ നമ്മുടെ ഇടയിൽ കൂടുതൽ വരും. ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലോ, നമുക്കെന്നാൽ കുറച്ച് സാധനം കൂടുതൽ മേടിച്ചേക്കാം. അതായത് നമുക്ക് കൃത്യമായ ഒരു ബഡ്ജറ്റിങ്ങോ പ്ലാനിങ്ങോ ഒന്നുമില്ലാതെ വരുമ്പോൾ നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റ് അല്ലെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ പേയ്മെൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ പോകും. അപ്പം നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ്, കൂടുതൽ ഫീസ്, അഡീഷണൽ ചാർജസ് എല്ലാം കൊടുക്കേണ്ടതായിട്ട് വരും. മാത്രമല്ല ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കില്ല, ഒരു വലിയ എമൗണ്ട് ആയിരിക്കും. അത് നമ്മൾ ഡെപ്റ്റിലേക്കായിരിക്കും കൊണ്ടുവരുന്നത്. ഇതാണ് ക്രെഡിറ്റ് കാർഡിൻ്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ ഈ ആൾക്കാർ പറയുന്നത് നിങ്ങൾ ട്രാപ്പിലായി എന്ന് പറയുന്നത്. നമ്മൾ ഓട്ടോ പേ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫുൾ ബാലൻസ് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? നേരായ രീതിയിൽ അല്ലെങ്കിൽ സ്മാർട്ടായിട്ട് ഉപയോഗിക്കാം. പിന്നെ ATM കാർഡ് പോലെ യൂസ് ചെയ്യാതിരിക്കുക. ക്യാഷ് വിഡ്രോവൽ ചെയ്യുന്ന സമയത്ത് ഇൻട്രസ്റ്റ് എന്താവും? Day 1 തൊട്ട് സ്റ്റാർട്ടാവും. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ UPI ചെന്ന് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഈ ക്രെഡിറ്റ് കാർഡ് പോലെ ക്രെഡിറ്റ് കാർഡിന് എന്ത് ചെയ്യുക? നിങ്ങൾ ATM കാർഡ് പോലെ യൂസ് ചെയ്യാതെ ഇരിക്കുക. ക്രെഡിറ്റ് കാർഡാണോ അപ്പോൾ പ്രശ്നക്കാരൻ? അല്ല, നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നതിലാണല്ലേ. നമ്മൾ വൈസ്ലി യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ബെനിഫിറ്റ്സ് ആണ് ക്രെഡിറ്റ് കാർഡ് കൊണ്ട് ഉണ്ടാവുന്നത്. അല്ല, നമ്മൾ യാതൊരു പ്രോപ്പർ മാനേജ്മെൻറ്റും ഇല്ലാതെ ഒരു ഡിസിപ്ലിനും ഇല്ലാതെ യൂസ് ചെയ്താൽ അത് നമുക്ക് എപ്പോഴും ഒരു ട്രാപ്പ് തന്നെയായിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ ഹെൽപ്ഫുൾ ആയാൽ ഷെയർ ചെയ്യാനും മറക്കണ്ട.